ടൂറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയി, നിങ്ങൾ ഡയറ്റിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണോ അല്ലെങ്കിൽ ഒരു ചായയോ കാപ്പിയോ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ റെഗുലർ കൗസ് മിൽക്കും യൂസ് ചെയ്തിട്ടുള്ള ചായയോ കാപ്പിയോ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കറങ്ങാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് എന്ത് ഓപ്ഷനാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. ഞങ്ങളിവിടെ ഒന്ന് പുറത്ത് മാളിലൊന്ന് കറങ്ങാൻ വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ചെറിയൊരു കോഫിയോ ചായയോ ഒന്ന് കുടിച്ചാൽ കൊള്ളാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ ഇതേ പിന്നിൽ കണ്ടില്ലേ സ്റ്റാർബക്സിലെത്തി. സ്റ്റാർബക്സിൽ അവരുടെ മെനു നോക്കിയപ്പോൾ കോക്കനട്ട് മിൽക്ക് ആൻഡ് ആൽമണ്ട് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡയറി കൗസ് മിൽക്ക് വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ 2 കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ ഈ കോഫി കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോഫിയാണ്, കൗസ് മിൽക്ക് അല്ല, കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോഫി. ഇത് ആൽമണ്ട് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോഫി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ആൽമണ്ട് മിൽക്കുള്ള കോഫിയാണ്. സോ ഇത് ഷുഗർ ഫ്രീ വാനില സിറപ്പാണ് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. ഷുഗർ ഇല്ല, ഷുഗർ ഫ്രീ ആണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതാണ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ കോഫി ആൽമണ്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്തിട്ടുള്ള കോഫി സ്റ്റാർബക്സിൽ മാത്രമല്ല കോസ്ത കോഫിയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ എപ്പോഴെങ്കിലും മാളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായയോ കാപ്പിയോ കുടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് ഇത് ട്രൈ ചെയ്യാം. ഞാൻ ആൽമണ്ട് മിൽക്ക് മാത്രമല്ല കോക്കനട്ട് മിൽക്ക് ഉള്ള കോഫിയും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു. അതും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കോക്കനട്ട് മിൽക്കിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോ അതിൽ ആ വനില ഷുഗർ ഫ്രീ സിറപ്പും എല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർബക്സിൽ കയറിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ കോസ്റ്റയിലൊന്ന് കയറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും ചെക്ക് ചെയ്തപ്പോൾ ക്യാപ്പച്ചീനോ ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫിയിൽ കോക്കനട്ട് മിൽക്ക് ആൻഡ് ആൽമണ്ട് മിൽക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. സോ പിന്നെ ഇവിടെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഇരുന്നപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കണ്ടത്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സാധനം, ചാർക്കോൾ ക്യാപ്പച്ചീനോ, പിന്നെ ടേമറിക് ക്യാപ്പച്ചീനോ. ഇത് ആക്ച്വലി അവർ ഈ ലിമിറ്റഡ് എഡിഷൻ സീരീസിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതാണ്. ദുബായ് ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ലിമിറ്റഡ് എഡിഷൻ കോഫി സീരീസ് അവർ ഇറക്കിയതാണ്, ഈ ടർമറിക് ക്യാപ്പച്ചിനോവും ചാർക്കോൾ ക്യാപ്പച്ചിനോവും. സോ ഈ രണ്ടിലും കോക്കനട്ട് മിൽക്ക് ആൻഡ് ആൽമണ്ട് മിൽക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ either സ്റ്റാർബക്സ് ഓർ കോസ്റ്റ, നിങ്ങൾ രണ്ടിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കോസ്റ്റയിലെയും സ്റ്റാർബക്സിലെയും കോഫി കണ്ടു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇനിയൊരു കോഫിയും കൂടിയും കാണിച്ചു തരാം. അതിൻ്റെ പേരാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി അല്ലെങ്കിൽ ബട്ടർ കോഫി. സോ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ബ്ലാക്ക് കോഫി, പിന്നെ ബട്ടർ, കോക്കനട്ട് ഓയിൽ, പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ.
ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഈ ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ നമ്മുടെ ബ്ലാക്ക് കോഫിയും ബട്ടറും കോക്കനട്ട് ഓയിൽ സിനമൺ പൗഡർ എല്ലാം കൂടി ഒരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ബട്ടർ കോഫി ഞാൻ ബ്ലെൻഡറിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈ കപ്പിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ കോഫി റെഡി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.